ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആദേഴ്സ് വേൾഡ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഓണാശംസകൾ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മധുരവുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അവൽ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ശർക്കരയൊന്ന് ഉരുക്കി മാറ്റി വെക്കാം. അതിനായിട്ട് അരക്കപ്പ് ചീകിയ ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ശർക്കര എടുക്കുമ്പോൾ എപ്പോഴും ചീകിയിട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉരുകി കിട്ടും. ഇതിനി മാറ്റി വെക്കാം. അടുത്തതായി പായസത്തിലേക്ക് വേണ്ട മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കാം. ഇനി അടുത്തതായി ഇതിലേക്ക് 1 കപ്പ് അവലാണ് ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് വറുത്തിട്ടെടുക്കാം. ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത് വരെ വറുത്തെടുക്കണം. ഒരു 2 മിനിറ്റ് മതിയാകും. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കയ്യിലെടുത്ത് നോക്കുന്ന സമയത്ത് നല്ലതുപോലെ അങ്ങ് പൊടിഞ്ഞു പോകുന്നുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് പായസം ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ചു കൊടുക്കാം. അടുത്തതായി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പ് നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുള്ളതാണ്. ഒരു 10ഓളം അണ്ടിപ്പരിപ്പ് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത ശേഷം മിക്സിയിൽ നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഞാനിത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ്. പാൽപ്പൊടിയും പാലും വെച്ച് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഈ കണ്ടൻസ്ഡ് മിൽക്ക്. അതിൻ്റെ റെസിപ്പി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുകയാണെങ്കിൽ നല്ല ക്രീമി ആയിട്ട് കിട്ടും നമ്മുടെ പായസം. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നില്ല എങ്കിൽ ഒരു 1/4 കപ്പ് ചീകി ശർക്കര എടുക്കുക. അപ്പം മധുരം കറക്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച് അവൽ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അവൽ വെന്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അവൽ വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ ഉരുക്കി വെച്ച് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ഞാൻ അരിച്ചെടുത്തിട്ടുള്ളതാണിത്. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. നേരത്തെ മൂപ്പിച്ചെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സിമ്പിളായിട്ടുള്ള അവൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓണത്തിന് നമ്മൾ എന്തായാലും പായസം ഉണ്ടാക്കാതിരിക്കില്ല. അപ്പോൾ ഇപ്രാവശ്യം ഓണത്തിന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു പായസം ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് കൂടെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരെ അതോടെ ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇതേപോലത്തേക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഞാൻ ഈ പായസം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇതിന് മുകളിലേക്ക് കുറച്ച് ഏത്തയ്ക്ക ചെറുതായിട്ട് കട്ട് ചെയ്ത് നെയ്യിൽ മൂപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെയ്തതേ ഉള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും ചേച്ചി ഹാപ്പി ആയിട്ടിരുന്നോളൂ. ബൈ ഫ്രം ആദേഴ്സ് വേൾഡ്.